ഈ ലെയറാണ് ഉണ്ടാവും. പൂ പോലത്തെ പൊറോട്ടയാണ്. ഉണ്ട്, ഇങ്ങനെ വിട്ട് വിട്ട് വരും. വെൽക്കം ടു മൈ ചാനൽ. കേരള പൊറോട്ട വീശി അടിക്കുന്നതിന് പകരം ചപ്പാത്തി കോല് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. 1 കിലോ മൈദ, 100 ഡാൽഡ, 2 മുട്ട, കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഈസ്റ്റ്, ഉപ്പ്, പിന്നെ ഒരു പാത്രം വേണം കുഴച്ചെടുക്കുവാൻ വേണ്ടി. അപ്പോൾ നമ്മൾ കേരള പൊറോട്ട, നമ്മുടെ നാടൻ പൊറോട്ട നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോണേ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പൊറോട്ടയ്ക്ക് വേണ്ട മൈദ എടുക്കുക. മൈദ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്യാം. ഒരു കിലോ മൈദയാണ് നമ്മൾ എടുത്തേക്കണം. മൊത്തം ഇടരുത്, മൈദയുടെ കുറച്ച് നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കണം. ഒരു 100-150 ഗ്രാം വരാൻ പാകത്തിന് നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുക. നമുക്ക് ആവശ്യം വരും. ഇതാണ് നമ്മുടെ മൈദ മാവ്. അതിൻ്റെ അകത്തേക്ക് 2 മുട്ട നമ്മൾ ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 മുട്ട ഇതിൻ്റെ അകത്ത് പൊട്ടിച്ച് വെച്ചേക്കുവാണ്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് സോഡാപ്പൊടി എന്ന് പറയും, ബേക്കിംഗ് സോഡ, അപ്പക്കാരം എന്ന് പറയും, കുറച്ചിടും. ആവശ്യമുള്ളവർ ഇടുക, ഇടുന്നതാണ് നല്ലത്. കുറച്ചിട്ടാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളമേ ചേർക്കാവുള്ളൂ. അതിന് ശേഷം നമ്മൾ കുഴച്ചതിന് ശേഷമാണ് ബാക്കി വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഏകദേശം മാവ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുഴയ്ക്കണം, നല്ല സമയം എടുത്ത് കുഴച്ച് റെഡിയാക്കി എടുത്തതാണ്. നമ്മൾ കുറച്ച് ഓയിൽ എടുത്തിട്ട് നമ്മളിവിടെ നമ്മൾ ഉദ്ദേശിച്ചേക്കണം ഇവിടെ വെച്ച് റെഡിയാക്കാനാണ് ആവശ്യത്തിന്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കണേ. ചിലർ പാം ഓയിൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ശേഷം നമ്മളെ മാവ് ഇങ്ങോട്ട് മാറ്റുക. മാവ് നമ്മൾ ഇങ്ങോട്ട് ഇട്ടു. കണ്ടില്ലേ, മാവിൻ്റെ ഒരു പരുവം നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. തോർത്ത് എടുക്കുക, കോട്ടൻ്റെ നല്ല തുണിയായാലും മതി. നനച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ വിരിച്ചിടുകയാണ്. കുറച്ച് നേരം മാവ് പുളിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ അംശം കുറയാതിരിക്കാനും വേണ്ടിയിട്ടാണ് അത് നനച്ചിടുന്നത്. ഇനി നമുക്ക് ഡാൽഡ ഉണ്ട്. ഡാൽഡ നമുക്ക് ഓയിലും കൂടി മിക്സ് ചെയ്യണം. അപ്പോൾ ഡാൽഡ ചൂടാക്കണം. അപ്പോൾ ഇത് പുളിക്കാനുള്ള സമയം കൊണ്ട് നമുക്കത് ഡാൽഡ ചൂടാക്കി ഓയിൽ മിക്സ് ചെയ്യാം. ഇത് 100 ഗ്രാമാണ്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് എടുക്കുകയാണ്. അപ്പോൾ നമുക്കടുത്ത് ചൂടാക്കാനുള്ള പണിയിലേക്ക് പോകാം. അത് നമ്മൾ ഡാൽഡ ഓയിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പാത്രം വെച്ചു. കുറച്ച് കഴുകിയതിൻ്റെ വെള്ളം ഉണ്ട്, അതൊന്നും പറ്റട്ടെ കേട്ടോ. എന്നിട്ടോ അത് പൊട്ടിക്കട്ടെ. ഫ്ലവർ ആഡ് ചെയ്യണം. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന വീട്ടിലുള്ള ഏറ്റവും ചെറിയ രീതിയിൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാവുന്ന പൊറോട്ടയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇട്ട് കൊടുത്ത ഡാൽഡയും
പിന്നെ നമ്മൾ ചേർത്ത ഓയിൽ നന്ന രീതിയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ആറാൻ വേണ്ടി കുറച്ച് നേരം നമുക്ക് ഇവിടെ വയ്ക്കാം. നമുക്കിനി കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് വീട്ടിൽ ചപ്പാത്തി കോൽ ഉണ്ടാവുമല്ലോ, ചപ്പാത്തി കോലിന് തൂത്ത് കൊടുക്കാം. ചപ്പാത്തി കോലിന് പകരം ഉപയോഗിക്കുന്ന ഉരുണ്ട ഇതാണ്. PVC-യുടെ പൈപ്പ്, 3/4 ഇഞ്ചിന്റെ PVC-യുടെ പൈപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം. ശരിക്കും എണ്ണ പറ്റി കൊടുക്കണില്ലെങ്കിൽ മാവിൻ്റെ അകത്തേക്ക് ഒട്ടും. നമുക്ക് മാവിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഇട്ട തോർത്ത് നമുക്ക് മാറ്റാം. അതെ, നമ്മുടെ മാവ് ഇത് കാണാം. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നമുക്ക് എടുക്കണം. മാവുകൾ കട്ട് ചെയ്തെടുക്കുക. ശേഷം ബോളാക്കിയിട്ട് നമ്മൾ എടുക്കുക. ചെറിയ ബോളാക്കണമായിരിക്കും വീടുകളിൽ നല്ലത്. കടകളിലൊക്കെയാണ് വലിയ പൊറോട്ടകളുടെ ആവശ്യമുള്ളത്. നമുക്ക് ചെറിയ ചെറിയ പൊറോട്ട, അതാണ് ചുട്ടെടുക്കാനും എല്ലാത്തിനും നല്ലത്. ചെറിയ ചെറിയ പൊറോട്ടകളായിട്ട് വേണ്ടി ബോൾ ചെറിയ ഉറ്റിട്ടിരിക്കണായിരിക്കും. ഇനി ഇതിങ്ങനെ കാണിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങളിത് സാധാരണ പോലെ അതെ ഇങ്ങനെ ഇച്ചിരി എണ്ണ കയ്യിൽ പറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കറക്റ്റ് കിടന്നൂരുണ്ടോളൂ. ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ബോള് ഇതുപോലെ ഇത്ര എണ്ണം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ അടുത്ത ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചേക്കുന്നത് കണ്ടില്ലേ, ഓയിലും ഡാൽഡയും തമ്മിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഏകദേശം 100 ഗ്രാമാണ് നമ്മൾ ഇട്ടേക്കുന്ന ഡാൽഡ. അതിൽ കൂടുതൽ നമ്മൾ സൺഫ്ലവറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടാറിയിട്ടുണ്ട്. ഇതെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ എല്ലാ ബോളിൻ്റെ മുകളിലും നന്നായിട്ട് പുരട്ടി കൊടുക്കുക. അടുത്തത് നമ്മളിത് കണ്ടില്ല, എല്ലാ ബോളിലും ഇങ്ങനെ നന്നായിട്ട് പുരട്ടി കൊടുത്ത് നമ്മളിവിടെ 5 മിനിറ്റ് വയ്ക്കണം. ഇനി ഇതുപോലെ എണ്ണ പുരട്ടിയ ബോളുകൾ ഏകദേശം 5 മിനിറ്റോളം വയ്ക്കണം. നമ്മൾ ആദ്യം വെച്ചത് ഏകദേശം ഒരു 10 മിനിറ്റിനടുത്ത് ഇതിന് മുമ്പ് വെച്ചാക്കും. ഇതൊരു 5 മിനിറ്റ് കുറയാതെ വെക്കണം. നമ്മളത് ഏകദേശം എണ്ണ പറ്റി വെച്ചിട്ട് 5 മിനിറ്റ് കൂടുതലായി. നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് പരത്തി എടുക്കാണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടി ഓയിൽ പറ്റി കൊടുക്കണം. എന്നാലാണ് നമുക്ക് പരത്താനുള്ളതാണ്. നമ്മളിവിടെ നന്നായിട്ട് എണ്ണ തേച്ചേക്കണെയാണ്. വൃത്തിയുള്ള സ്ഥലം നോക്കി എടുക്കുന്നത്. 2-3 തവണ ക്ലീൻ ചെയ്തിട്ടേക്കണെയാണ്. ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക, കൈ കൊണ്ട് പരത്തിയെടുക്കുക കേട്ടോ. ഒരുപാട് വലുപ്പമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഉണ്ടോ. നല്ല രീതിയിൽ വരും. നമ്മൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ വരും. വേണ്ടത് നമ്മൾ എടുക്കുക, മുകളിൽ അടക്കി വയ്ക്കുക. കുറച്ച് ഓയിൽ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന ഓയിൽ വേണേൽ ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും അടുത്ത ബോൾ എടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. ഓയിൽ കുറച്ചിങ്ങനെ ഉള്ളിൽ പറ്റി കൊടുക്കാം കേട്ടോ. 2 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇത് വീശി അടിക്കാൻ അറിയാൻ പാടില്ലാത്തവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വീശി അടിക്കാൻ അറിയാൻ പാടില്ലാത്ത നമ്മൾ വീട്ടിലെല്ലാവർക്കും അത് റെഡി ആയിക്കൊള്ളുന്നില്ല. ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പരത്തി വെച്ചേർന്ന പത്തിരി പോലെ പരത്തി വെച്ചേർന്ന ഈ മാവെടുത്തിട്ട് നമ്മൾ ചപ്പാത്തി കോലും കൊണ്ട് നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ പരത്തി കൊടുക്കുക. ശരിക്കും പരത്തി കൊടുക്കുക കേട്ടോ. പരമാവധി പരത്താവുന്നിടത്തോളം പരത്തി കൊടുക്കുക. വീശാൻ അറിയാവുന്നവർ വീശി തന്നെ ചെയ്യുക. നമ്മൾ പൊറോട്ട എക്സ്പേർട്ടൊന്നുമല്ല, നമ്മൾ കണ്ടുപഠിക്കുന്നതാണ് കൂടുതലും. നമ്മളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതെങ്ങനെ ചെയ്യണം, നമ്മളിങ്ങനെ ചെയ്ത് നോക്കിയൊരു അനുഭവം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമെന്ന് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഒരു പരീക്ഷണം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. എത്രത്തോളം നൈസായിട്ട് വരുത്താൻ പറ്റുമോ അത്രത്തോളം നല്ലത്. ഇത് ഞാൻ ഇച്ചിരി പതുക്കെയാണ് കാണിച്ചു തന്നെ. നിങ്ങളിത് 1-2 തവണ ചെയ്ത് കഴിയുമ്പോൾ വളരെ സ്പീഡിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സ്പേസ് തന്നെ എടുത്തേക്കണം. പരമാവധി പരത്താൻ പറ്റുക. നമ്മുടെ എല്ലാവരും വീടിൻ്റെ സ്ലാബ്, ഇങ്ങനെ ഗ്രാനൈറ്റ് ഇട്ട സ്ലാബ് ഉണ്ടെങ്കിൽ നല്ലത്. ഇനി അല്ല എങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് എണ്ണ പറ്റിയിട്ട്, അഥവാ നന്നായിട്ട് ഉറപ്പിച്ച പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച
ടേബിളിൻ്റെ മുകളിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ പരത്തി കഴിഞ്ഞതിൻ്റെ മുകളിലേക്ക് കുറച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓയിലെടുത്ത് കുറച്ച് എടുത്തിടുക. ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന മൈദ ഉണ്ടല്ലോ, ഒരു കുറച്ച് ആദ്യം തുടക്കമേ നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിരുന്ന മൈദയുണ്ട്, അതൊന്ന് നമ്മളിതിന് മുകളിൽ കുറച്ച് വിതറി കൊടുക്കുക കേട്ടോ. ഇതിനു വേണ്ടിയാണ് നമ്മൾ തുടക്കം പറഞ്ഞില്ലായിരുന്നു ഒരു 100 ഗ്രാം 150 ഗ്രാം വരുന്ന മൈദ എടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ വെള്ളം കൂടി പോയാൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാൻ പറ്റുമല്ലോ. ശേഷം നമ്മൾ ഇത് ചെറിയ രീതിയിലാണ്, വളരെ ചെറിയ ബോളാണ് തുടക്കത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്കിത് 2 പൊറോട്ടയ്ക്കുള്ളതാണ് നമുക്കേ ഉള്ളൂ. കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇല്ല, അടിയിൽ നന്നായിട്ട് ഓയിൽ പറ്റി കൊടുക്കുന്നു പറയാനുള്ള കാരണം ഇതാണ്. ഇതിങ്ങനെ പതുക്കെ പറക്കി വള്ളി പോലെ നമ്മളാക്കിയെടുക്കുക ഉണ്ടാവും. ശേഷം നമ്മൾ കണ്ടില്ല, ചുമ്മാ സിമ്പിളായിട്ട് മടക്കി കൊടുത്താൽ മതി. ഏകദേശം ഇതുപോലെ പരത്തി കഴിഞ്ഞിട്ട് നമ്മളൊരു ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അതിലേക്ക് കുറച്ച് ശേഷം മൈദ പൊടി ഇങ്ങനെ വിതറി കൊടുക്കുക. ഇതെടുക്കുക എന്നുള്ളതാണ്. അടിയിൽ കയ്യും വച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇങ്ങനെ നീണ്ടു വരും. കണ്ടോ, ഇങ്ങനെ ഒരു ഇതായിട്ട് എടുക്കുക. ചുമ്മാ സാധാരണ രീതിയിൽ സിമ്പിളായിട്ട് ബോളിങ്ങനെ ചുറ്റി കയറ് ചുറ്റും പോലെ ചുറ്റി കൊടുത്താൽ മതി. സിമ്പിളായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വയ്ക്കാൻ ഒരു 10 മിനിറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ അവസാനം വച്ചേക്ക് ഏകദേശം 10 മിനിറ്റ് ആയി. ഇങ്ങനെ ചിലതിങ്ങനെ പിടിക്കും കേട്ടോ. അത് അടിയിൽ എണ്ണ കുറവുള്ളതിന് ഞാൻ പിടിക്കണേ. ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ഇടുക. ശേഷം ഇങ്ങനെ 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 നമ്മളത് ചുമ്മാ ചുറ്റി കൊടുക്കുക. വള്ളി ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഇങ്ങനെ വയ്ക്കുക. ശേഷം കണ്ടില്ലേ, ഇങ്ങനെ വയ്ക്കുക. ഒരു കുറച്ച് നേരം, നമുക്കൊരു 10 മിനിറ്റാണ് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം ഈ തുടക്കം വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 5-6 മിനിറ്റ് 10 മിനിറ്റോളം ഏകദേശം ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു പണിയാം, തീ കത്തിക്കാനുള്ള പണിയാം. നമ്മുടെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ദോശക്കല്ലെടുക്കുക, അങ്ങനെ ചൂടാക്കാൻ വയ്ക്കുക. ഇത് നമ്മളൊരു നോൺ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടാക്കണ്ട, ഇതാ ചൂടാകാൻ സമയം എടുക്കും. കുറച്ച് നമ്മൾ ഓയിൽ തളിച്ച് കൊടുക്കണം. നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന ഓയിൽ ചൂടായിട്ടുണ്ടോ? ചൂടായി തന്നെ ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചു. ഇതോടെ എടുക്കുക, കുറച്ച് ഓയിൽ താഴെ പറ്റി കൊടുക്കുക. ചെറുതായിട്ട് ശേഷം നമ്മൾ ചപ്പാത്തി ചൂട് വെച്ച് ഏകദേശം റൗണ്ട് വരാവുന്ന രീതിയിൽ ഇങ്ങനെ ഏകദേശം റൗണ്ട് വരാവുന്ന രീതിയിൽ ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. ഇത് അപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കി താമസമൊന്നും വയ്ക്കരുത് കേട്ടോ. ഉണ്ടാക്കണം നമ്മൾ നേരെ ദോശക്കല്ലിലേക്ക് ഇടുക. ഉണ്ടല്ലേ, ഇത് ചൂടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓയിൽ ഒഴിച്ചേക്കുന്നതാണ്. ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്, ഷേപ്പ് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മൾ എടുത്തതിന് റെഡിയാക്കാം. ചൂടുണ്ട് കണ്ടോ. സാധാ ദോശക്കല്ലിലാണ് ചുരുന്നത്. വീട്ടിൽ നമ്മൾ നിലവിലുള്ള സാഹചര്യം വെച്ച് ചെയ്യുന്ന ആയിട്ട് നമ്മൾ കാണിക്കണം. കണ്ടോ, കളറൊക്കെ വളരെ കറക്റ്റായിട്ട് വന്നിരിക്കണം. കണ്ടോ, ചൂടിന് സിമ്പിളാണ് ഇട്ടാണ് കേട്ടോ. ഈ കുറച്ച് ഓയിൽ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഉണ്ടോ, അടിയൊക്കെ നോക്കി എന്ത് കളറാണ് വന്നേക്കണേന്ന് നോക്കി.
ലെയർ ഇപ്പോഴേ പോന്നു തുടങ്ങി. ഏകദേശം ആയിട്ടുണ്ട്. ലെയറൊക്കെ വിട്ട് തന്നെ ഉണ്ടോ? ഇതൊന്ന് വേഗം അടിച്ചില്ല കേട്ടോ. നല്ല ചൂടാണ്. കുറച്ച് ഓയിൽ കൈ പറ്റിയ ഉണ്ടോ? ലെയറൊക്കെ വിട്ട് കറക്റ്റായിട്ട് വന്നേനെ. ഉണ്ടോ? ദോശത്തവയിൽ, നോൺ സ്റ്റിക്കിൻ്റെ ദോശത്തവയിൽ പൊറോട്ട ചുട്ടെടുക്കുന്നതാണ് കാണുന്നത്. ഇത് ഒരുപാട് നേരം ചൂടാക്കി വെക്കരുത്. ഏകദേശം ചൂടായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ നേരെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പുറമേ നമ്മൾ കുറച്ച് ഓയിലിൻ്റെ അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മറിച്ചെടുത്തെടുക്കാറുണ്ട്. പക്ഷെ എപ്പോഴും ടേസ്റ്റ് നമ്മൾ സാധാ ദോശക്കല്ലിൽ തിന്നതിന് തന്നെയാണ് ടേസ്റ്റ് കൂടുതൽ. നമ്മുടെ പൊറോട്ട എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല അടിപൊളി കളറാണ്. കളറല്ല, അതിൻ്റെ ആ ലെയർ കണ്ടോ? ഈ ലെയറാണ് ഉണ്ടോ? പൂ പോലത്തെ പൊറോട്ടയാണ്. ഉണ്ടോ? ഇങ്ങനെ വിട്ട് വിട്ട് വരും. കാണാലോ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വീട്ടിലെ ദോശ കല്ല്, അപ്പമൊക്കെ ചുണ്ടാക്കുന്ന കല്ല്. പിന്നെ നമ്മൾ ഇതിൻ്റെ അതും നമ്മൾ നോൺ സ്റ്റിക്ക് ദോശ പാനിൽ നമ്മൾ ഉണ്ടാക്കി നോക്കി, കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് അധികമായിട്ട് ചൂട് നമ്മളത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.